നമസ്കാരം. ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫൈബ്രോയിഡും ആയുർവേദവും എന്നുള്ളതാണ്. ഫൈബ്രോയിഡിനെ പറ്റി ഇപ്പോൾ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിലും ജീവിത ചുറ്റുപാടിലും വളരെയധികം സ്ത്രീകൾ കൺസേൺഡ് ആയിരിക്കുന്ന ഒരു വിഷയമാണ്, ഒരു രോഗാവസ്ഥയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫൈബ്രോയിഡ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് വിവരിക്കാം. ഫൈബ്രോയിഡ് എന്നാൽ യൂട്രസിൻ്റെ അകത്തും പുറത്തും യൂട്രസിൻ്റെ ഉള്ളിലുള്ള ലെയേഴ്സുകളിലും പല രീതികളിലായിട്ട് പല ഷേപ്പിൽ വളർന്നു വരുന്ന ഒരു മാസ് ഓഫ് മസിൽ സെൽസ് ആണ്. അതിൽ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ, അതായത് നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉള്ള ഫാറ്റും ഫൈബേഴ്സും മസിൽ ടിഷ്യൂസും എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഒരു മാസാണ്, ഈ ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു മാസാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഈ ഫൈബ്രോയിഡ് എങ്ങനെയാണ് വളർച്ച പ്രാപിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് യൂട്രൈൻ ആർട്ടറിയിൽ നിന്നും വരുന്ന ചെറിയ രക്തക്കുഴലുകളിൽ നിന്നും ഒരു ബ്ലഡ് സപ്ലൈ എടുക്കും. ആ സപ്ലൈയിൽ നിന്നുള്ള ഹീമോഗ്ലോബിനെ ഉപയോഗിച്ചാണ് ഇവർ ഒരു ഗർഭം വളരുന്നത് എങ്ങനെയാണോ അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ എടുത്ത് HB വലിച്ചെടുത്ത് ഇവ വലുപ്പം പ്രാപിക്കുന്നത്. ഇങ്ങനെ ക്രമാതീതമായി വലിപ്പം വർദ്ധിച്ച ഫൈബ്രോയിഡ് മുഴകൾ ഗർഭാശയത്തിൻ്റെ ഉള്ളിലും പുറത്തും ലെയറുകളുടെ നടുഭാഗത്തും ഒക്കെയായിട്ട് വളർന്ന് വികസിച്ച് പല തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ, വയറുവേദന, അകാരണമായ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, പല ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നടുവേദന, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തുടരെ വന്നുകൊണ്ടിരിക്കും. ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഏജിലാണ് ഫൈബ്രോയിഡ് എന്ന പ്രശ്നം ഉടലെടുക്കുന്നത്. ഫൈബ്രോയിഡും ഈസ്ട്രജനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ആർത്തവ ചക്രവും അവരുടെ മൂഡ് റെഗുലേഷനും പിന്നെ ഫെർട്ടിലിറ്റി ഏജിലുള്ള നമ്മുടെ ഫെർട്ടിലിറ്റി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ എല്ലാത്തിനെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഈസ്ട്രജൻ വളരെയധികം ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. ഈസ്ട്രജൻ്റെ ലെവല് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ ഗുണങ്ങളിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആർത്തവ ചക്രത്തിൻ്റെ കൃത്യത മുതലുള്ള എല്ലാ, ഒരു സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും താളം തെറ്റിപ്പോകുന്നു. അങ്ങനെ താളം തെറ്റിപ്പോകുന്നതും ഇത് മെയിനായിട്ട് വരുന്നത് ഈസ്ട്രജൻ കൂടിപ്പോകുന്ന അവസ്ഥയിലാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പലതിലും ഈസ്ട്രജൻ്റെ അംശമുണ്ട്. ഉദാഹരണത്തിന് പാല് പറയാം. പാലിൽ ഒരു ചെറിയ അളവിലുള്ള ഈസ്ട്രജനുണ്ട്. ഇറച്ചി വിഭവങ്ങളിൽ ഈസ്ട്രജനുണ്ട്. മറ്റ് ചില സോയ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. ഒരാളുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണം ഫുഡ് ഇൻടേക്ക് എന്നുള്ളതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ഈസ്ട്രജൻ ആയി കഴിയുമ്പോഴും ശരീരത്തിൽ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ചില വ്യക്തികൾക്ക് ഈസ്ട്രജൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഫൈറ്റോ ഈസ്ട്രജൻസിൻ്റെ ഇൻടേക്ക് വളരെയധികം ഫലവത്തായി മാറുകയും ചെയ്യും. എങ്ങനെയുള്ളവരിലാണ് ഈസ്ട്രജൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? ക്രമാതീതമായി വണ്ണം, ബോഡി മാസ് ഇൻഡെക്സിനേക്കാൾ കൂടുതലായി വണ്ണമുള്ളവർക്ക്, ബോഡിയിൽ അമിതമായി ഫാറ്റ് ഡെപ്പോസിറ്റുകൾ ഉള്ളവർക്ക്, യാതൊരു രീതിയിലും ഭക്ഷണം നിയന്ത്രിച്ചിട്ട് പോലും വെയിറ്റ് മാനേജ് ചെയ്യാൻ കഴിയാത്തവർക്ക്, പുകവലിയും മദ്യപാനവും ഉള്ളവർക്ക്, ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. മദ്യപാനവും പുകവലിയും ഒക്കെ പുരുഷന്മാരുടെ മാത്രം ഒരു ദുശീലമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് സ്ത്രീകളിലേക്കും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ അവസ്ഥാന്തരങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയേ തീരൂ. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ജങ്ക് ഫുഡ്സ് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഇതൊന്നും കൂടാതെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള പല ഘടകങ്ങളും, പൊല്യൂഷൻ മുതലായിട്ടുള്ള പല ഘടകങ്ങളും ഈസ്ട്രജൻ്റെ ക്രമാതീതമായ വർധനവിനും അതുപോലെ തന്നെ ക്രമാതീതമായി കുറഞ്ഞു പോകുന്നതിനും എല്ലാം തന്നെ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഈ ഒരു ഹോർമോണിൻ്റെ നിലവാരം കറക്റ്റായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ? ഇങ്ങനെ ഈസ്ട്രജനുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഈ ഫൈബ്രോയിഡിനുണ്ട്. ഫൈബ്രോയിഡ് ചികിത്സയിലും ഈസ്ട്രജന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫൈബ്രോയിഡിനെ പറ്റി സംസാരിച്ച് വരുമ്പോൾ എപ്പോഴും ചെന്ന് നിൽക്കുന്നത്, ആയുർവേദീയമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം, ആ ഒരു കോൺവെർസേഷൻ ചെന്ന് നിൽക്കുന്നത് എപ്പോഴും ഒരു വ്യക്തിയുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ്. കാരണം ഓരോ വ്യക്തിയും ഡിഫറൻ്റാണ്. ഓരോ വ്യക്തിയുടെയും ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറൻ്റാണ്. ഓരോ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ വ്യത്യസ്തമാണ്. ഇതിൽ നമുക്ക് പൊതുവായി പറയാൻ സാധിക്കുന്നത് ഫൈബ്രോയിഡ് എന്നാൽ ഇതാണ്, ഫൈബ്രോയിഡിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രമം അല്ലാത്ത ഒരു ജീവിത ശൈലി കൊണ്ടു നടക്കുന്നവർക്കാണ് ഏറ്റവും പ്രധാനമായും ഫൈബ്രോയിഡ് ബാധിക്കുന്നത്. മലയാളിയുടെ ജീവിതചര്യ എടുത്ത് നോക്കിയാൽ അരിയാഹാരമാണ് മലയാളിക്ക് പ്രധാനം. അതായത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇത്തരം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രമാതീതമായി എടുക്കുന്നതും ആരോഗ്യത്തിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊന്നും പഴയ കാലങ്ങളിൽ ഇല്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കാൻ വരുന്നതിന് മുൻപൊരു കാര്യം, നമ്മളിപ്പോൾ നമ്മളുടെ സാമൂഹികപരമായ ചുറ്റുപാടിനേക്കാൾ ഉപരി പാരിസ്ഥിതികപരമായ ചുറ്റുപാടുകളും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് കാലത്തെ ചുറ്റുപാടും ഇപ്പോഴത്തെ ചുറ്റുപാടും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞുവല്ലോ, ഒരു ഹോർമോണൽ ഇംബാലൻസിനെ പോലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പാരിസ്ഥിതികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടും നമ്മളുടെ ശാരീരികവും ശരീരം അത് മാനസികമായുള്ള വ്യത്യാസങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ ഒരു ചുറ്റുപാടിൽ, ഈ ഒരു ലോകത്തിൽ ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? പ്രധാനമായും ആയുർവേദം കേന്ദ്രീകരിക്കുന്നത് ഒരു ഓർഗൻ നമ്മളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ പലവട്ടവും കേട്ടിട്ടുണ്ട്, ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതചര്യയാണ്. കുറച്ച് പച്ചമരുന്നുകളും കഷായങ്ങളും ലേഹ്യങ്ങളും അരിഷ്ടങ്ങളും തൈലങ്ങളും ഉൾപ്പെടുന്ന ഒരു ചികിത്സാ സമ്പ്രദായം മാത്രമല്ല ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദം എന്ന് വെച്ചാൽ ഒരു ജീവിതചര്യ ആണ്. നിങ്ങൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോകുന്നോ, ദാറ്റ് ഈസ് ആയുർവേദം. ആയുസ്സിൻ്റെ വേദം, അത്രയേ ഉള്ളൂ. ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് അതിന് ഒരു മോഡിഫിക്കേഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഹെൽത്തിയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയുസ്സിൻ്റെ ഒരു പടി കൂടി കൂട്ടുന്ന ശീലങ്ങളാണ്. അതേപോലെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്, നമ്മളുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളായാലും ഭക്ഷണങ്ങൾക്കും മരുന്നിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. മരുന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കേടുപാടുകളെ തിരുത്തി അതിനെ ഹെൽത്തിയാക്കി വളരെ പ്യുറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് മരുന്ന് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കഴിക്കുന്ന ഓരോ ആഹാരങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില കെമിക്കൽസ് പോലും മരുന്നിൻ്റെ ഇഫക്റ്റ് ചെയ്യുന്നത്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. സോ ആയുർവേദിക് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പോണൻസ്, ഇപ്പോൾ മഞ്ഞളിൽ കുർക്യൂമിനുണ്ട്. ഇതെല്ലാം കെമിക്കൽ കോമ്പോണൻസ് ആണ്. ഓരോ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന അതിനകത്തുള്ള മറ്റ് സബ്സ്റ്റൻസുകളെ, ആ സബ്സ്റ്റൻസുകളെ നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ അതിനൊരു കെമിക്കൽ നെയിമുണ്ട്. എല്ലാ ആയുർവേദ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കളിലും, ഓർഗാനിക് ആയിട്ടുള്ള ഒരു പച്ചക്കറി എടുക്കുക, നമുക്ക്
ഇപ്പോൾ നമ്മളൊരു തക്കാളി എടുത്താലും ആ തക്കാളിയിൽ ഏതൊക്കെ ആസിഡുകളുണ്ട്, ഏതൊക്കെ ഫ്ലേവനോയിഡ്സ് ഉണ്ട്, തരം തിരിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ രോഗാവസ്ഥയ്ക്ക് ഒരു വ്യക്തിയുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ആയുർവേദയിൽ വളരെയധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഒരു ഡോക്ടർ ആ വ്യക്തിക്ക് വേണ്ട മെഡിസിൻ കൊടുക്കുന്നത്. അല്ലാതെ പനിക്ക് ഒരാൾ വരുന്നു, പനിയായിട്ട് വരുന്നു, അയാൾക്കൊരു മരുന്ന് കൊടുക്കുന്നു, അതേ മരുന്ന് തന്നെ അടുത്ത പനിയായി വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ സ്യൂട്ടാവണമെന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഇൻകോമ്പാറ്റിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തിരിച്ചറിയാൻ ഒരു ഭിഷഗ്വരന് സാധിക്കാതെ വരുമ്പോഴാണ് ഒരു മരുന്ന് കൃത്യമായി രോഗിയിൽ ഫലവത്താവാത്തത്. ആയുർവേദത്തിൽ ഫലം കുറവാണ് എന്ന് പൊതുവെ ഒരു ഖ്യാതി പലയിടങ്ങളിലും കേൾക്കാറുണ്ട്. എന്നാൽ നല്ല അനുഭവമുള്ളവർ പറയും, അല്ല, അങ്ങനെയല്ല, പരിപൂർണമായി ആയുർവേദം കൊണ്ടൊരു അസുഖം മാറും എന്ന് കൃത്യമായ, അതൊരു ഭിഷഗ്വരൻ്റെ കഴിവാണ്. നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന രോഗിയെ കൃത്യമായി മനസ്സിലാക്കി അയാളുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനും അയാളുടെ നാഡി മുതലായ സകല കാര്യങ്ങളും നോക്കി അയാൾക്ക് അനുയോജ്യമായ മരുന്നും അയാളുടെ അസുഖത്തിന്, അയാളുടെ പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ മരുന്ന് കൊടുക്കുമ്പോൾ മാത്രമാണ് ഹീലിംഗ് അവിടെ സംഭവിക്കുക. ഇപ്പോൾ നമുക്ക് ഫൈബ്രോയിഡിൻ്റെ കേസിലേക്ക് വരാം. ആയുർവേദയെ സംബന്ധിച്ച് നമ്മൾ അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് നോക്കും ഒരു ഓർഗൺ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഒരു അസുഖത്തിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ നമുക്കൊരു അസുഖം ഉണ്ട്, അല്ലെങ്കിൽ അത് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്, ജനറ്റിക് ഹിസ്റ്ററി ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട്, അതായത് നല്ല ആരോഗ്യകരമായ ജീവിതചര്യ കൊണ്ട് ആ ഒരു അസുഖത്തിനുള്ള സാധ്യതയെ ഉന്മൂലനം ചെയ്യും. ഇതാണ് സ്റ്റെപ്പ് 1. അപ്പോൾ ഫൈബ്രോയിഡ് ഉള്ളവർക്കുള്ള സ്റ്റെപ്പും ഇതുപോലെ തന്നെയാണ്. ചെറിയ ഒരു ഫൈബ്രോയിഡ് മുകുരമാണ് നിങ്ങൾ അൾട്രാസൗണ്ട് നോക്കിയപ്പോൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രം അതിനെ ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കും. അതിനെക്കാട്ടിലും നിങ്ങൾക്കത് പറ്റുന്നില്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട്, ഇതെപ്പോഴും നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണെങ്കിൽ തന്നെയും ഒരു വൈദ്യസഹായം എടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ബോഡിക്ക് ചിലപ്പോൾ പൊതുവായി പറയുന്ന ഓരോ വൈറ്റമിൻസും അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഉള്ള ഫുഡുകളും ഒന്നും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെന്നില്ല. ചിലപ്പോൾ അത് ദോഷമായിരിക്കും ചെയ്യുക. ഇപ്പോൾ പ്രധാനമായിട്ടും ആളുകൾ ഹെൽത്ത് സപ്ലിമെൻറ്റ്സിൻ്റെ പുറകെയാണ്. ഒരു വ്യക്തിയുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനോ അയാൾക്ക് വേണ്ട ഏതൊക്കെ മൂലകങ്ങളാണോ എന്ന് മനസ്സിലാക്കാതെ പൊതുവായ ചില കേൾവികൾക്കനുസരിച്ച് ആളുകൾ പലതരത്തിലുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നു. വൈറ്റമിൻ സി എടുക്കുന്നു, വൈറ്റമിൻ ഡി എടുക്കുന്നു, അയൺ എടുക്കുന്നു, ഫോളിക് ആസിഡ് എടുക്കുന്നു, ഇങ്ങനെ മഗ്നീഷ്യം എടുക്കുന്നു, പൊട്ടാസ്യം എടുക്കുന്നു. ഇങ്ങനെ പല സാധനങ്ങളും സ്വന്തം ഇഷ്ടത്തിന് കഴിക്കുകയാണ്. ഇങ്ങനെ കഴിച്ചാൽ മാത്രമാണ് ആരോഗ്യമുണ്ടാവുക എന്നുള്ളതാണ് ഈ കൂട്ടരുടെ ഒരു ധാരണ. പക്ഷേ ഈ കഴിക്കുന്ന സാധനം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടോ, അത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ, അതിലെന്തൊക്കെയാണ് നമ്മളിനി മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഇത് വാങ്ങിക്കഴിക്കുന്നത്, ഫുഡ് സപ്ലിമെൻറ്റ്സ്. അപ്പോൾ ഇതൊരു വലിയൊരു ബിസിനസ് മേഖലയാണ് ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഫുഡ് സപ്ലിമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കൊളാജൻ നിങ്ങളെ സ്ട്രെസ് ചെയ്യിക്കും. അതുപോലെ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഹെയറിനും സ്കിന്നിനുമൊക്കെ വളരെ നല്ലതാണ്. യങ്ഫുള്ളായിട്ട് നിങ്ങളെപ്പോഴും ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ കൊളാജൻ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളൊരു ഫൈബ്രോയിഡ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പൊതുവേ കൊളാജൻ ഈസ് സേഫ് ഫോർ ഫൈബ്രോയിഡ്സ് എന്നാണ് പൊതുവേ പറയുന്നത്. പക്ഷേ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊളാജൻ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആവുന്നത്, ദാറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ഈസ്ട്രജൻ ഇൻ അവർ ബോഡി. സോ ഇവിടെ കാര്യങ്ങൾ മാറുകയാണ്. സോ ഈ കൊളാജൻ ഈസ്ട്രജനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഫൈബ്രോയിഡ് ഉള്ളൊരു വ്യക്തിക്ക് അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ തന്നെ ചിന്തിക്കുക. സോ ഇറ്റ്സ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഗ്രോത്ത് ഓഫ് ഫൈബ്രോയിഡ്. അപ്പം ഫൈബ്രോയിഡിന് എന്ത് സംഭവിക്കും? വളർച്ച കൂടുകയാണ് ചെയ്യുക. നമുക്ക് വളർച്ച ഇൻഹിബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്താ നടക്കുക? ഇൻഹിബിഷൻ അല്ല, ഗ്രോത്താണ് നടക്കുക. അപ്പോൾ
കൊളാജൻ ഇൻടേക്ക് നല്ലതാണോ? ഫൈബ്രോയിഡ് ഉള്ളൊരു വ്യക്തിക്ക് നല്ലതല്ല. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്ത് മാത്രമേ ഒരാളൊരു ഫുഡ് സപ്ലിമെൻ്റ് എടുക്കാൻ പാടുള്ളൂ. ഫുഡ് സപ്ലിമെൻറ്റുകളൊന്നും നല്ലതല്ല എന്ന് ഞാൻ പറയുകയല്ല. അത് എങ്ങനെ, എപ്പോൾ, എത്ര ഡോസിൽ, ഏതൊക്കെ വ്യക്തികൾ ഏതൊക്കെ സപ്ലിമെൻറ്റ്സാണ് എടുക്കേണ്ടത് എന്ന് ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ. അപ്പോൾ നമ്മൾ മെഡിക്കേഷനിലേക്ക്, ഫൈബ്രോയിഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിതശൈലി മോഡിഫിക്കേഷൻ നോക്കി നമ്മളതിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഫുഡ് സപ്ലിമെൻറ്റേഷൻസ് ഒക്കെ അതിൻ്റെ കൂടെ സ്വന്തമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വെറുതെ വ്യഥാവിലാകും. അപ്പോൾ അത് നമ്മൾക്ക് ചെയ്തിട്ട് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെഡിക്കേഷനിലേക്ക് തന്നെ പോകും. അപ്പോൾ ആ ഒരു മെഡിക്കേഷൻ, ആയുർവേദിക് മെഡിക്കേഷൻ നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നോക്കി നിങ്ങളുടെ കേസ് എല്ലാം കൃത്യമായി സ്റ്റഡി ചെയ്ത് ഒരു ഡോക്ടർ നിങ്ങൾക്ക് മെഡിസിൻ തന്നു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിത്തിനൊരു 3 സെൻറ്റിമീറ്റർ ഉള്ളിലൊക്കെയാണ് നിങ്ങളുടെ ഫൈബ്രോയിഡ് ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ ഒരു 3 to 6 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഫൈബ്രോയിഡ് വാനിഷ് ആവും. ഇത് ആക്ച്വലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വാനിഷായി തുടങ്ങും. അതേസമയം ഒരു ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, നിങ്ങൾ ഫൈബ്രോയിഡ് വളരാൻ പാകത്തിനുള്ള രീതിയിലുള്ള ഫുഡുകളും കാര്യങ്ങളും നിങ്ങളുടെ ആഹാരവിഹാരങ്ങൾ എന്ന് ആയുർവേദത്തിൽ പറയും, അതാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഏകദേശം 0.25 സെൻറ്റിമീറ്റർ ഓരോ മാസവും വളർന്നുകൊണ്ടേയിരിക്കും ഫൈബ്രോയിഡ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്ത് എന്തോരം വലുതായിരിക്കും മാസങ്ങൾ ചെല്ലും തോറും. 6 സെൻറ്റിമീറ്ററിലേക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്രസിൽ പ്രഷർ, അതുപോലെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരും. അബ്ഡോമിനൽ പെയിന്, ക്രാമ്പിങ്, പീരിയഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ യൂട്രൈൻ ആർട്ടറിയിൽ നിന്ന് നിങ്ങളെ HB പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ഷീണം, തലകറക്കം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ വരും. ഇങ്ങനെ പ്രശ്നം വഷളാകുമ്പോഴാണ് വീണ്ടും ഒരു സ്കാനിങ്ങിനൊക്കെ പോയി അല്ലെങ്കിൽ വീണ്ടും പോയി ഒരു ഡോക്ടറിനെ കാണുന്നത്. അങ്ങനെ നിങ്ങൾ മോഡേൺ മെഡിസിനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരും കുറച്ച് ടാബ്ലറ്റ്സും കുറച്ച് ഷ്രിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ചിലപ്പോൾ അത് ബലവത്താവണമെന്നില്ല, ചിലപ്പോൾ ബലവത്തായി എന്നും വരാം. അപ്പോൾ ബലവത്തായില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ അഡ്വൈസ് ഫോർ എ ഹിസ്റ്ററക്ടമി വേണം. ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും റീപ്രൊഡക്റ്റീവ് ഏജിൻ്റെ ഒരു മിഡിലൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടുക. അപ്പം അങ്ങനെ വരുമ്പം എന്താ സംഭവിക്കുക? ഹിസ്റ്ററക്ടമി മാത്രമേ ഓപ്ഷനുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് ഉള്ളിനെ പിടിച്ചു കുലുക്കുന്നൊരു പെയിൻ വരുന്നത്. അപ്പം ഐ എം ഗോയിങ് ടു ലൂസ് മൈ യൂട്രസ് എന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസിനെ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. ഈ ഒരു ഘട്ടത്തിലാണ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ്. ഓക്കെ, ചുറ്റുവട്ടത്ത് ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, ഓക്കെ, എനിക്ക് ഏതെങ്കിലും പോകണം എന്നൊക്കെ തോന്നുന്നത് ആ ഒരു സമയത്താണ്. ആർക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കും എന്ന് പിന്നെ ചിന്തിക്കാൻ തുടങ്ങും ബ്രെയിൻ. അങ്ങനെ നിങ്ങൾ ആയുർവേദത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ദാറ്റ് വിൽ ടേക്ക് ഈവൻ മോർ ടൈം. ആദ്യത്തെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഫൈബ്രോയിഡ് കംപ്ലീറ്റ് ആയിട്ട് വാനിഷായി നിങ്ങളുടെ പീരിയഡ് സിസ്റ്റവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ജൈവിക പ്രവർത്തനങ്ങളും നോർമലൈസ്ഡ് ആക്കി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 6 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലേക്കൊക്കെ നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഷ്യൻസ്, ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഐ ക്യാൻ ഹീൽ ദം. എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജി അനുസരിച്ച് ഐ ക്യാൻ ഹീൽ. ഹിസ്റ്ററക്ടമി പറഞ്ഞിട്ടുള്ള ധാരാളം പേഷ്യൻസിനെ ഹിസ്റ്ററക്ടമിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുത്തി വിടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് അപ്പോൾ അത്രയും കൺസേണോട് കൂടിയായിരിക്കും വരിക. പക്ഷേ മിക്കവാറും വ്യക്തികൾക്ക് ഒരു 6 months എബോവ് എടുക്കും ഈ ഒരു 6 സെൻറ്റിമീറ്ററിന് മേളിലുള്ള ഫൈബ്രോയിഡൊക്കെ ഒന്ന് ഷ്രിങ്കായി വരാൻ വേണ്ടിയിട്ട്. ഒരു 3 months ഒക്കെ ആകുമ്പം തന്നെ ഏകദേശം ഒരു ഹാഫ് സൈസിനോട് അടുപ്പിച്ചൊക്കെ എത്തുകയും ചെയ്യും. ഒരു 1.5-2 months കൊണ്ട് തന്നെ മെഡിക്കേഷൻ കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും, യെസ്, ആയുർവേദം ഈസ് വർക്കിംഗ്. അപ്പോൾ കഠിനമായ ചില പദ്യമുറകളൊക്കെ കാണും, അതുപോലെ തന്നെ നല്ല മെഡിക്കേഷൻസും ഉണ്ടാകും. ഈ മെഡിക്കേഷൻസും പദ്യമുറകളും കൂടെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നല്ല റിസൾട്ട് ഉറപ്പായിട്ടും തന്നെ കിട്ടും. അപ്പോൾ ഹിസ്റ്ററക്ടമിയിൽ നിന്ന് അവർക്ക് മോചനവും ലഭിക്കും. സോ ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ ആയുർവേദത്തിൽ കൂടി നമുക്ക് ഹിസ്റ്ററക്ടമിയെ നമുക്ക് നിർത്തിവെക്കാൻ പറ്റും. ഹിസ്റ്ററക്ടമിയിലേക്ക് പോകുന്ന ഒരാളെ നമുക്ക് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ എൻഡോമെട്രിയോസിസ് ഒക്കെ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്.
ആയുർവേദയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ എത്രയോ പവർഫുള്ളായിട്ടുള്ള പെയിൻ കൂടെയാണ് ആ പീരിയഡ് സമയത്ത് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഉള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ പെയിനാണ്. അപ്പോൾ ആയുർവേദയിൽ അതിനൊക്കെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 2 to 3 months കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഹീൽ ആവാൻ സാധിക്കും. ഇതിലെല്ലാം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും പഥ്യാപഥ്യ നിങ്ങൾ നോക്കേണ്ടതായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു മെനോപോസ് ഏജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു എന്ന് തന്നെ കരുതാം. മെനോപോസ് ഏജിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും യൂഷ്വലി ഈസ്ട്രജൻ ഡിമിനിഷ് ചെയ്യുകയാണ്. അപ്പം യൂഷ്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫൈബ്രോയിഡ് അല്പം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തനിയെ അത് ശൃംഗാവാൻ തുടങ്ങും. ഇപ്പോൾ ഒരു മെനോപോസ് ടൈം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലേക്കൊക്കെ നമുക്ക് പോവേണ്ടതോ ആലോചിക്കേണ്ടതോ ആയിട്ടുള്ളൂ. അപ്പോൾ യൂഷ്വലി ചെറിയ ചെറിയ ഫൈബ്രോയിഡ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഹാംലെസ് ആയിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മെനോപോസ് ടൈമിൽ അത് മെനോപോസിന് ശേഷമൊക്കെ അത് ഷ്രിങ്ക് ആയിക്കോളും. അപ്പോൾ അത് വലിയൊരു കൺസേൺ വേണ്ട ഒരു ആവശ്യം അല്ല. അപ്പോൾ ഫൈബ്രോയിഡ് ആയുർവേദയിൽ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ട് സംസാരിക്കണമെന്നുള്ളവർക്ക് അപ്പോയിൻമെൻറ്റ്സ് കളക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ കൂടി വേണം അപ്പോയിൻമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കൺസൾട്ടേഷൻ എടുക്കാം, സംസാരിക്കാം. ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യകരമായ ദിവസങ്ങൾ, വർഷങ്ങൾ ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ ആയുർവേദത്തെ പറ്റിയും ഈ ഒരു ഫൈബ്രോയിഡിനെ പറ്റിയും ഹിസ്റ്ററെക്ടമിയെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. നന്ദി.